ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് അഗെയിൻ. ഒരു മിനി വ്ലോഗാണ് കേട്ടോ. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ചെറിയൊരു മിനി വ്ലോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. സോ വെൽക്കം. ഇന്ന് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഈവനിങ് സ്നാക്ക്, പിന്നെ ഒരു ഔട്ടിങ് ഷോപ്പിംഗ്, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറച്ചൊരു ക്ലീനിങ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുക്കാമെന്ന് കരുതി അങ്ങനെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ടേബിളും സോഫയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ടേബിൾ വന്നിട്ട് ഐക്കേന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ടേബിളാണ് കേട്ടോ. നല്ല ടേബിളാണ്, എനിക്കൊത്തിരി ഇഷ്ടമായി. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈവനിങ്ങിലേക്ക് നമ്മുടെ നോർമൽ ബജ്ജിയില്ലേ, ഉള്ളിവടയില്ലേ, ഉള്ളിവട മീൻസ് ഉഴുന്നുവട പോലത്തെ അല്ല, അല്ലാതെ പക്കോട സൈസ്, അത് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അതിനായിട്ട് ഞാൻ 1 കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പില, അതുപോലെ തന്നെ സവോള, ഞാനൊരു വലിയ സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് കൈകൊണ്ടിട്ട് ഒന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ള അത്രയും സോൾട്ട്, പിന്നെ കുറച്ച് കായപ്പൊടി, ഒരു 1/4 സ്പൂണോളം കായപ്പൊടി. ഈ കായപ്പൊടിയുടെ ഒരു ഫ്ലേവർ അറിയുന്ന രീതിക്ക് ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ 1 സ്പൂണോളം ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉള്ളിയല്ലേ, അതിൽ നിന്ന് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഇത് നോർമലി ഫ്രൈ ചെയ്യാനുള്ള അത്രയും ഓയിലൊക്കെ ഒഴിച്ചിട്ട് 1 by 1 ആയിട്ട്, ഇന്ന ഷേപ്പൊന്നൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓയിൽ കുറച്ച് യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്, അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഓയിൽ ആക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിലത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെയല്ലേ, ഫുൾ ഓയിൽ നിറച്ചിട്ടിട്ട് അതിൽ പെട്ടെന്ന് വറുത്ത് കോരുന്ന ഒരിതായിരിക്കും. പിന്നെ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഫ്രൈ ആക്കരുത് കേട്ടോ, അപ്പോൾ വേവില്ല. അപ്പോൾ നല്ല ക്രിസ്പിനെസ്സിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയത്. നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ക്രിസ്പിനെസ് ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ 2 സെക്ഷനിലായിട്ട് ഫ്രൈ ചെയ്തു. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നാട്ടിൽ അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് സ്ഥിരം കാണാറുള്ളതും കാണുമ്പോൾ വാങ്ങിക്കുകയും ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ പക്കോട. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ കളറും, അത് മേ ബി ഫുഡ് കളർ ആഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, കുറേ കൂടെ ഭയങ്കര ബ്രൈറ്റനിങ് ആയിട്ടുള്ളൊരു കളറൊക്കെയാണ്, റെഡിഷ് ആയിട്ടുള്ള ഭയങ്കര ബ്രൈറ്റനിങ് കളറാണ്. പക്ഷേ ടേസ്റ്റും ഒക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിനോടൊപ്പം ചായയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പം 2ാമത്തെ സെക്ഷൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ചായ റെഡി ആവുമല്ലോ, അങ്ങനെ ഞാൻ ചായയൊക്കെ എടുത്തു. അങ്ങനെ നമ്മളുടെ 2ാമത്തെ സെക്ഷൻ എന്നൊക്കെ, അപ്പോൾ നമ്മുടെ പക്കോട ഫുള്ള് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ബജ്ജി ലവർ തന്നെയാണ് കേട്ടോ. ഈ മുളക് ബജ്ജി, ഈ സെയിം ഉള്ളിവട, ഇതൊക്കെ നമുക്കൊരിക്കലും മടുക്കില്ല ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ ഈവനിങ് സ്നാക്കൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ മൂവി കാണാനായിട്ട് സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ലുലു വഴിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന മൂവി എന്ന് പറയുന്നത് കൽക്കിയാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള മൂവി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 വീക്ക് ആയിന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ മൂവി കാണാനായിട്ട് പോവാണ്. ഞങ്ങൾ പോയത് ഫ്രൈഡേ ഈവനിങ് ആണ് കേട്ടോ പോയത്, പക്ഷേ വീഡിയോ ഞാനിപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ഈവനിങ്ങിലാണ് പോയത്. 7:30ക്കുള്ള ഷോയ്ക്കാണ് ഞങ്ങൾ പോയത്. എനിക്ക് ഈ ഡേ ടൈമിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ മൂവിയൊക്കെ ഈവനിങ് നൈറ്റ് ഒക്കെ പോയി കാണാനായിട്ട് ഇഷ്ടമാണ്. കാരണം
ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല മുമ്പ്. ഇങ്ങനെ ഓരോരുത്തർ പോകുന്നത് കാണുമ്പം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് അങ്ങനെ നൈറ്റ് ഒന്നും പോവാത്തത് കൊണ്ട് അതിനോടായിരുന്നു ഇഷ്ടം. അങ്ങനെ നമ്മൾ ഈവനിങ്ങിലേക്കുള്ള ഷോയ്ക്ക് നമ്മളൊരു 1 അവർ നേരത്തെ നമ്മൾ പോയിട്ടോ. 1 or 45 മിനിറ്റ്സ് എന്തോ നേരത്തെ പോയിട്ടോ. കാരണം നമുക്ക് ജസ്റ്റ് അവിടെ ഷോപ്പിലൊക്കെ ഒന്ന് കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയത്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് നേരത്തെ പോയാൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ എല്ലാം ഒന്ന് നോക്കി വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയത്. അപ്പോൾ നമ്മൾ അങ്ങനെ സിനിമ കാണാനായിട്ട് പോവായിരുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ മൂവിയായിരുന്നു കേട്ടോ. ഞാൻ അടുത്ത ടൈമിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മൂവിയായിരുന്നു. പിന്നെ മൂവി മേക്കിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു മൂവിയായിരുന്നു. അതിൻ്റെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക, നമ്മളുടെ കുറച്ച് സ്റ്റോറി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ മഹാഭാരതത്തിലുള്ള സ്റ്റോറി കുറച്ചറിയാവുന്നവർക്ക് പെട്ടെന്ന് ആ ഒരു കണക്ഷൻ മനസ്സിലാവും അവർ എന്താണ് പറയുന്നത് എന്ന്. അപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞു. സൂപ്പർ മൂവിയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ സെൻട്രൽ പോയിൻറ്റിലേക്കാണ് വന്നത്. എനിക്ക് ഈ ഡെനിം സ്കേർട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്കേർട്ട് കണ്ടപ്പോഴെനിക്ക് വേറൊന്നിലേക്കും അങ്ങനെ നോക്കണം തോന്നിയില്ല. അത് വേണമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ടോപ്പൊക്കെ നോക്കി. കുറേ വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഓഫറും ഉണ്ടായിരുന്നു. 2-3 ടീഷർട്ട്സൊക്കെ എടുക്കുമ്പം 50 59 അങ്ങനെ എന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ഓഫീസ് വെയർ എടുത്തു. പിന്നെ എനിക്ക് പേഴ്സണലി ഇവിടെ വന്നിട്ട് സിറ്റി സെൻറ്ററിൽ ആണ് നമ്മുടെ സെൻട്രൽ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ സെൻട്രൽ പോയിൻറ്റിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ കളക്ഷൻസൊക്കെ പൊതുവെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കുറേ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ്, അതിപ്പം ഡ്രസ്സാണെങ്കിലും ഇയറിങ്സ്, ബാഗ്സ്, എല്ലാത്തിലും കുറേ വെറൈറ്റീസ് കാണാനായിട്ട് പറ്റും. പിന്നെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റേറ്റ് അങ്ങനെ കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു അത്യാവശ്യം കുറച്ചൊക്കെ റേറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ ഡ്രസ്സിനാണെങ്കിലും. പക്ഷേ അത് വർത്താണ്, നല്ല സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഈ മിനിമലായിട്ടുള്ള ജ്വല്ലറീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെസ്റ്റേൺ വെയറിൻ്റെ വീട്ടിലൊക്കെ പെയർ ചെയ്യാനായിട്ട് പറ്റുന്ന കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള സ്റ്റഡും അതുപോലെ നെക്ക് പീസസ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ ജ്വല്ലറി ഐറ്റംസ് ഒന്നും അങ്ങനെ നോക്കിയില്ല. പിന്നെ ജസ്റ്റ് കണ്ടപ്പം ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സെക്ഷനിൽ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുക്കാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. 35 ദിർഹംസ് എന്തോ ആണ്. പക്ഷേങ്കിൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ ഫുള്ള് ചുറ്റിച്ചിടില്ലേ, ഒരൊറ്റ ബാങ്കിളാണത്. ഞാൻ വിചാരിച്ചത് അത് 4 എണ്ണം ആയിട്ടാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ അതെടുത്തില്ല. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ചുമ്മാ ബാഗ്സൊക്കെ ഒന്ന് വന്ന സ്ഥിതിക്കൊന്ന് ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ലേഡീസിന് പൊതുവേ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ ക്ഷീണവും വിശപ്പ് ഒന്നും കാണില്ലല്ലോ. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെറൈറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ബാഗ്സ്, ഡ്രസ്സ്, അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ തന്നെ നേരം പോകുന്നത് അറിയില്ല. അപ്പോൾ നമ്മൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഇനി നേരെ കാരിഫോറിലായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അവിടെ അവോക്കാഡോയും മിൽക്ക് അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി. പക്ഷേ വെജിറ്റബിൾസ് കുറവായിരുന്നു കേട്ടോ. ഒരു ടൈമിൽ നമ്മൾ ലേറ്റായിട്ടായിരിക്കും, നമ്മൾ മൂവി കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഫിഷ് അങ്ങനെയൊന്നും വാങ്ങിയില്ല. നമ്മളല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്
കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ ഫിലിം 7:30 അല്ലേ, അപ്പം 11 o'clock എന്തോ ആയി നമ്മൾ ഇറങ്ങിയപ്പോൾ. അപ്പോഴത്തേക്ക് വെജിറ്റബിൾസൊക്കെ തീരുമല്ലോ. അതുകൊണ്ടിട്ട് പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിയില്ല വെജിറ്റബിൾസ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ ഫുഡ് കോർട്ടിൽ പോയി. അവിടുന്ന് നമ്മൾ KFC ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു കുട്ടി മിനി വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോ. അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.